പൊരുതാനുറപ്പിച്ച മനസ്സുമായിട്ട് 9 മത്സരാർത്ഥികൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 മൂന്നാഴ്ചയിലോട്ട് നിൽക്കുമ്പോൾ 9 മത്സരാർത്ഥികളാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുന്നത്. ഇപ്പോഴത്തെ വ്യാഴാഴ്ച രാവിലെ 9:30 വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 100 ദിവസങ്ങൾ പിന്നിടാൻ വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ളൊരു ശ്രമമാണ് ഓരോ ബിഗ് ബോസ് മത്സരാർത്ഥിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടന്റുകൾക്ക് വേണ്ടിയുള്ള പരാക്രമണം തന്നെ പലരും നടത്തുമ്പോൾ പലരും അടിപതറിപ്പോകുന്നൊരു കാഴ്ചയാണ് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുകയാണ്. അതിൽ 1ാം സ്ഥാനത്ത് അനുമോളെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അനുമോളുടെ സ്ഥാനം അനുമോൾ വിട്ടുകൊടുക്കാനെന്ന് ഉറപ്പിച്ചാണ് മുന്നേറുന്നത്. 2,14,654 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി ഷാനവാസിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ ഷാനവാസ് വിടാതെ പിന്തുടരുകയാണ്. 2,11,435 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ സ്വന്തമാക്കി എപ്പോൾ വേണമെങ്കിലും ഷാനവാസ് മുന്നേറ്റം 1ാമത് എത്താം എന്ന് അനുമോളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ 3ാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് നമ്മുടെ അക്ബറാണ്. റെനേനെ അട്ടിമറിച്ചുകൊണ്ട് അക്ബർ 3ാം സ്ഥാനത്തോട്ട് ഓടി ചാടി കയറിയിരിക്കുകയാണ്. 1,63,943 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഈ ഒരു മണിക്കൂറിൽ ഉയർത്തിയപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ലാതെ റെനേനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നേരിയ വോട്ടിംഗ് ഡിഫറൻസിലാണ് അക്ബർ ഉള്ളത്. അക്ബറിനെ ഞാൻ പിന്നീട് മറികടക്കുമെന്ന് ഉറപ്പിച്ചാണ് റെനയുടെ മുന്നേറ്റം. 1,60,352 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ 5ാം പൊസിഷൻ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ശൈത്യനാണ്. ശൈത്യ കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള വോട്ടൊക്കെ ഈ ഒരു മണിക്കൂറുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ശൈത്യയുടെ വോട്ട് 1,56,579 എന്ന് പറയുന്ന ഒരു വോട്ടിങ്ങിലോട്ട് മാറുന്നൊരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ 6ാം പൊസിഷനിൽ വീണ്ടും ഡേഞ്ചർ സോണിലോട്ട് മാറുന്ന ശരത് അപ്പാനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പാനിയുടെ വോട്ടൊക്കെ കുറഞ്ഞും കൂടിയൊക്കെയാണ് വരുന്നത്. അപ്പാനിയുടെ വോട്ടിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കൊരു പൊസിഷൻ്റെ കാര്യത്തിലൊന്നും പ്രവചിക്കാൻ പറ്റുന്നില്ല. എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം. 1,52,961 വോട്ടാണ് ഈ ഒരു മണിക്കൂർ വരെ അപ്പാനി സ്വന്തമാക്കിയപ്പോൾ നമുക്ക് 7ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒനിയലിനെയാണ്. ഒനിയലിൻ്റെ വോട്ടും സേഫ് സോണിൽ ചില മണിക്കൂറുകളിൽ പോകുമെങ്കിലും തിരിച്ചും ഡേഞ്ചർ സോണിൽ പോയി സേഫ് സോണിലോട്ട് തിരിച്ചു വരുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. 1,15,683 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് 8ാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ കാണാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് സരിക കലാഫോനാണ്. സരികയുടെ വോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ചില മണിക്കൂറുകളിൽ നല്ല ഇടിവ് തന്നെ സ്വന്തമാക്കുന്നുണ്ട്. ഈ ഒരു മണിക്കൂറിൽ സേഫ് ആകാനുള്ള സാധ്യതകൾ ഏറെയാണ്. 1,14,257 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ സ്വന്തമാക്കി നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ 9ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ സരിക തുടരുകയാണ്. സരികയുടെ വോട്ടാണ് ഏറ്റവും കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ സരിക വോട്ടിംഗ് പിന്നിലോട്ടായിരുന്നു. കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ ലൈവിൽ നടത്താത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് വോട്ടിംഗ് ഇത്രയധികം വോട്ടിംഗ് പിന്നോട്ട് പോകുന്നത്. 1,06,538 വോട്ടുകൾ മാത്രം സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇങ്ങനെയാണ് വോട്ടിംഗ് നിൽക്കുന്നതെങ്കിൽ ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത് 1 മണിക്കൂറിൽ ഇവരുടെയൊക്കെ വോട്ടിംഗ് മറിയുമോ എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ട് ഹോട്ട്സ്റ്റാറിൽ പോയി രേഖപ്പെടുത്തുക. 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.